എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ഗോറണ്ട്ല എന്ന പട്ടണത്തിൽ നിന്നും ബാംഗ്ലൂർക്കാണ് എൻ്റെ യാത്ര. എങ്ങും കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഡിസംബറിലെ മനോഹരമായ ഒരു പ്രഭാതത്തിലായിരുന്നു എൻ്റെ യാത്ര. കനത്ത മൂടൽമഞ്ഞുകൾക്കിടയിലൂടെ ഉദിച്ചുയരുന്ന സൂര്യനെ നമുക്ക് കാണാം അങ്ങ് ദൂരെ. ഹൈവേ എപ്പോഴും സജീവമാണ്. കനത്ത മൂടൽമഞ്ഞുകൾക്കിടയിലൂടെ ധാരാളം വാഹനങ്ങളാണ് ഹൈവേയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയുടെ ഇരുവശത്തും ധാരാളം കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാം. അവയെല്ലാം മൂടൽമഞ്ഞുകൾ കൊണ്ട് മൂടിയിരിക്കുന്നതും നമുക്ക് കാണാം. എങ്ങും കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു പ്രഭാതം. ബാംഗ്ലൂരിനെയും ഹൈദരാബാദിനെയും കണക്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഹൈവേ എപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഹൈവേകളിൽ ഒന്നാണ്. ബസ്സിന് പുറത്തുള്ള തണുപ്പ് ബസ്സിനുള്ളിലും ഫീൽ ചെയ്യുന്നുണ്ട്. ബസ് കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പരുന്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരുന്ന് കാണാം. അത് ലീബാക്ഷി ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതാണ് ബസ്സിനുള്ളിലെ അവസ്ഥ. രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, യാത്രക്കാർ വളരെ കുറവാണ്. ബാംഗ്ലൂർ യാത്രയ്ക്ക് പ്രധാനമായി ഞാൻ ആശ്രയിക്കുന്നത് കർണാടക സർക്കാരിൻ്റെ KSRTC ബസ്സിനെയാണ്. രാത്രിയായാലും പകലായാലും ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ധാരാളം വലിയ ട്രക്കുകൾ വരുന്നതും പോകുന്നതും ഒക്കെ. അതേസമയം കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോൾ കാണാം ഹൈവേയുടെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന മറ്റ് വലിയ ട്രക്കുകളെയും ഒക്കെ. ആ കാണുന്നത് വളരെ പഴക്കമുള്ളൊരു കോളേജാണ്. ഇപ്പോൾ KSRTC ബസ് ചെറിയൊരു ടൗണിലൂടെ പോകുന്നത്. ഇവിടെ തന്നെ KSRTC ബസ്സിയുടെ ഒരു സ്റ്റാൻഡുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ചെറുതെങ്കിലും വളരെ മനോഹരമായ ഒരു നഗരമാണിത്. ആ നഗരത്തിലൂടെ ബസ് സാവധാനം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കാണാം ഓരോ ഡിസൈനിലുള്ള ധാരാളം KSRTC ബസ്സുകൾ കിടക്കുന്നത്. അങ്ങനെ മുമ്പിൽ കിടക്കുന്ന മറ്റൊരു കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിൻ്റെ പുറകിൽ ഞാൻ വന്ന ബസ് പാർക്ക് ചെയ്തു. മുന്നിൽ കിടക്കുന്ന ബസ്സിലെ മനോഹരമായ പെയിൻറ്റിംഗ് ആണിത്. മനോഹരമായ ഒരു കുതിരയും തേരും. ഞാൻ വന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ട്രാഫിക് ജാമായി. കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങൾക്ക് ആ ട്രാഫിക് ജാം മറികടക്കാൻ സാധിച്ചത്. കർണാടക സംസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ ചെറുതും വലുതുമായ ഓരോ സിറ്റിയും വളരെ മനോഹരമായിട്ടാണ് പരിപാലിച്ചു പോരുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കയറിയ ബസ്സിൽ ഇപ്പോഴും യാത്രക്കാർ വളരെ കുറവാണ്. മിക്ക സീറ്റും കാലിയായിട്ടാണ് കിടക്കുന്നത്. ചുറ്റുമുള്ള ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. പ്രധാനമായും ഞാൻ KSRTC ബസ്സിനെ ആശ്രയിക്കുന്നത്. വളരെ കംഫോർട്ടാണ് കർണാടക സർക്കാരിൻ്റെ KSRTC ബസ്സിലുള്ള ഈ യാത്ര. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇപ്പോൾ ബസ് പോകുന്നത് ഒരു ബൈപ്പാസിലൂടെയാണ്. ഈ ബൈപ്പാസ് നേരെ പോകുന്നത് മറ്റൊരു KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ഒരു നേർരേഖ പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഹൈവേയിലൂടെ ബസ് അതിൻ്റെ മാക്സിമം സ്പീഡിൽ കുതിക്കുകയാണ്. ഡിവൈഡറിനുള്ളിൽ നട്ടിരിക്കുന്ന മനോഹരങ്ങളായ ചെടികളും പൂക്കളും ഹൈവേയോട് ചേർന്നുള്ള മനോഹരങ്ങളായ കൃഷിസ്ഥലങ്ങളും ഒക്കെ കടന്ന്
ബാംഗ്ലൂർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇപ്പോൾ റൈറ്റ് തിരിഞ്ഞ് ബസ് മറ്റൊരു ബൈപ്പാസിലേക്ക് പ്രവേശിച്ച് മറ്റൊരു മനോഹരമായ സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് കാണാം ഡിവൈഡറിനുള്ളിൽ ചെടികൾക്ക് പകരം ചെറുമരങ്ങൾ നട്ട് ഹൈവേ മനോഹരമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബസ് മറ്റൊരു KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഇവിടെ നമുക്ക് കാണാം ധാരാളം KSRTC ബസ്സുകൾ കിടക്കുന്നത്. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് യാത്ര പുറപ്പെട്ടു. ഗോറൺല എന്ന സ്ഥലത്ത് നിന്ന് ബാംഗ്ലൂർക്ക് 120 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആ 120 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്നതിന് KSRTCയുടെ ഇത്തരത്തിലുള്ള ബസ് ധാരാളം മതിയാവും. വിജനമെന്ന് തോന്നിക്കുന്ന പ്രദേശത്തിലൂടെ എന്നാൽ മനോഹരമായ സ്ഥലത്തിലൂടെ ബസ് വീണ്ടും ഹൈവേയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ മനോഹരമായ ഹൈവേയിലൂടെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ചുറ്റുമുള്ള മനോഹരമായ സ്ഥലങ്ങളെല്ലാം. ബസ് ഇപ്പോൾ ബാംഗ്ലൂർ അടുത്തെങ്കിലും
കോടമഞ്ഞിന് കുറവൊന്നുമില്ല. അങ്ങനെ ബസ് ടോൾ പ്ലാസയിലെത്തി. ടോൾ പ്ലാസയ്ക്കുള്ളിലും വാഹനങ്ങളുടെ ക്യൂ നമുക്ക് കാണാം. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ടോൾ കൊടുത്തതിന് ശേഷം ടോൾ പ്ലാസയിൽ നിന്ന് ബസ് യാത്ര പുറപ്പെട്ടു. നഗരത്തിൻ്റെ ഈ പ്രദേശത്തെത്തിയപ്പോൾ നമുക്ക് കാണാം ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. ബാംഗ്ലൂർ മെട്രോയുടെ പണിയാണ് നടക്കുന്നത് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള. അങ്ങനെ മനോഹരമായ ഉദ്യാന നഗരം എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ നഗരത്തിലെത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.